ചേനയും മത്തങ്ങയും തൊലി കളഞ്ഞിട്ട് ദാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് വൻപയറാണ്. അത് നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് തന്നെ ഈ ചേനയും മത്തങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ ജീരകവും ചെറിയ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ മഞ്ഞൾപ്പൊടി, തേങ്ങ ആവശ്യത്തിന്, മുളക്, അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദാ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒരു പിടിയോളം തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനുള്ളിലേക്ക് ചുമന്ന മുളക്, അതേപോലെ ചെറിയ ഉള്ളി, കുറച്ച് അരി ഇത്രയും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അടിപൊളി എരിശ്ശേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.